ഞാനിങ്ങനെ ഇന്നലെ എൻ്റെ സ്ക്രോളിങ്ങിൻ്റെ ഇടയിൽ വൈഫ് അയച്ചെന്നൊരു ചെറിയ നോട്ട്. ഇത്തിരി പോന്ന നാവാണ് ഒത്തിരിയുള്ള കർമ്മങ്ങളെ ഇത്തിരി പോലും ഇല്ലാതെ നിഷ്ഫലമാക്കുന്നത്. അത്രേ ഉള്ളൂ. സംഭവം വിശാലാണ്. വിശാലാണ്. യഥാർത്ഥത്തിൽ ഉം. വാക്കുകൾ ചെറുതാണെങ്കിലും ഒരുപാട് അർത്ഥങ്ങളുണ്ട് അതെ അതെ. അല്ലേ? എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ ഒന്നും വേണ്ട, നമ്മൾ കർമ്മങ്ങൾ എടുത്തു നോക്കുമ്പോഴേ ഹജ്ജ് കുറച്ച് പ്രയാസകരമായ ഒരു കർമ്മം തന്നെയാണ്. അതായത് ശാരീരികവും സാമ്പത്തികവും എല്ലാ നിലക്കുമുള്ള കഴിവ് ഉള്ള ആളുകൾക്കാണ്, മാനസികവും മാനസികവും ഒക്കെ ഉള്ളൊരു സംഭവമാണല്ലോ ഹജ്ജ്. ഇപ്പോൾ ഹജ്ജ് ചെയ്തൊരാൾ, ഇപ്പോൾ നമ്മളെ നാട്ടിൽ തന്നെ കാണുന്ന ഒരു സങ്കടകരമായ ഒരു അവസ്ഥ പറയാം. ഹജ്ജൊക്കെ ചെയ്തിട്ട് ആ ഹജ്ജ് സ്വീകരിക്കണേന്ന് പറയാൻ വേണ്ടിയാണ്ട് ജാറങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന ആളുകളുണ്ട് ഹജ്ജ് കഴിഞ്ഞ് വന്നിട്ട്, അല്ലേ? അത് കർമ്മത്തിലൂടെ ചെയ്യുന്നൊരു സംഗതിയാണ്. ഇനി ആ ഹജ്ജ് ചെയ്തതിനെക്കുറിച്ച് ഒരു ആളുകൾ നാലാൾ അറിയണം എന്നുള്ള രൂപത്തിൽ അത് സംസാരിച്ചാൽ, ഒത്തിരി റിസ്ക് എടുത്തൊരു സാധനം ഒരു ചെറിയ സംസാരത്തിലൂടെ, ചെറിയൊരു അവയവത്തിലൂടെ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? അത് നിഷ്ഫലമാക്കുന്ന ചെറിയ ഉദാഹരണം പറഞ്ഞാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് ജാമ്യം നിൽക്കാം എന്നാണ് നിൽക്കുന്നത്. പ്രവാചകൻ ജാമ്യം നിൽക്കാന്ന് പറഞ്ഞു. രണ്ട് കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ സൂക്ഷിക്കുക, നിങ്ങൾ സംരക്ഷിക്കുമെന്ന് നിങ്ങൾ ഉറപ്പ് നൽകിയാൽ ഞാൻ നിങ്ങൾക്ക് ഇളമല്ലി എന്നാണ്, ഇളമല്ലക്കും ഞാൻ നിങ്ങൾക്ക് ജാമ്യം നിൽക്കാമെന്നാണ് പഠിപ്പിച്ചത്. അതിൽ രണ്ട് കാര്യങ്ങളിലൊന്ന് ലൈംഗികാവയവമാണ്, അത് സംരക്ഷിക്കുക. രണ്ടാമത് പ്രവാചകൻ പഠിപ്പിച്ചത് രണ്ട് താടിയല്ലുകൾക്കിടയിലുള്ളതാണ്, നാവാണ്. ഈ നാവിനെ സംബന്ധിച്ചിടത്തോളം സംഭവം ചെറുതാണ്. എങ്ങനെയും വളക്കാം, എങ്ങനെയും ഒടിക്കാം, എങ്ങനെയും സംസാരിക്കാം, ഒക്കെ ചെയ്യാം. പക്ഷേ ചില ആളുകളോട് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ ആ സംസാരം എന്ത് വെച്ചാൽ ചിലപ്പോൾ അതിൽ വീണ് പോകുന്ന അവസ്ഥ നമ്മളുണ്ട്. എന്നാൽ ചില ആളുകളോട് സംസാരിച്ച് കഴിഞ്ഞാൽ അവർ ആ നാവ് കൊണ്ട് എന്തെല്ലാം തിന്മകൾ പറയുന്ന ആളുകളുണ്ടാകും. ഇപ്പോൾ മിനിറ്റിന് ആളുകളെ കൺഫ്യൂഷൻ ആക്കുന്ന രൂപത്തിലേക്ക് വിഷയങ്ങൾ മാറ്റി പറയുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ സംസാരത്തിലൂടെ വാക്കിലൂടെ വന്നു പോകുന്ന, പ്രത്യേകിച്ച് സ്കൂളുകളിലൊക്കെ ഇന്ന് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ചില വാക്കുകളൊക്കെ ഉപയോഗിക്കണം അവർ, അല്ലേ? പല വേർഡ്സുകളും പല മൃഗങ്ങളുടെയും പേരുകളും പല അവയവങ്ങളുടെ പേരുകളും ഒക്കെ നിഷ്പ്രയാസം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെന്താ ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ കണ്ടുകൊണ്ടിരിക്കുന്നതും അവർ കേട്ടുകൊണ്ടിരിക്കുന്നതും ഒക്കെ അത്തരം ആളുകളുടെ വീഡിയോകളും റീലുകളും ഒക്കെയാണ്. അത് അവരുടെ വാക്കുകളിലൂടെ വന്നു പോകുന്നു എന്നുള്ളതാണ്. ഇനി മറ്റൊന്ന്, ഇപ്പോൾ ഒരു ഇലക്ഷൻ കഴിഞ്ഞല്ലോ, അല്ലേ? അതെ അതെ. നമ്മുടെ നാട്ടിലെ ഇലക്ഷൻ കഴിഞ്ഞു. നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, നമ്മുടെ നാട്ടിലെ ഇലക്ഷൻ കൊണ്ട് നാടിന് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇലക്ഷൻ പ്രക്രിയകളൊക്കെ നടത്തുന്നത്. പക്ഷെ അതിലൂടെ നമ്മുടെ കർമ്മങ്ങൾ എത്ര പോയിട്ടുണ്ട്, അതെ അല്ലേ? ഈ വികാരം കൊണ്ട് കയറുമ്പോൾ അല്ലെങ്കിൽ വല്ലാത്തൊരു ഇതുണ്ടല്ലോ, തരിപ്പ് കയറുക എന്ന് പറയും നമ്മൾ. ആ ഒരു സന്തോഷത്തിൻ്റെ അല്ലെങ്കിൽ ആഹ്ലാദത്തിൻ്റെ തരിപ്പ് കയറുമ്പോൾ എന്തു പറയണമെന്ന് പോലും ചിന്തിക്കാത്ത ആൾക്കാരുണ്ട്, അല്ലേ? തീർച്ചയായിട്ടും. ആണായി പറന്നവറില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സംസാരം. ഞാൻ അത് കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, അല്ലേ? നമ്മുടെ അമലുകളെ തന്നെ ചോദ്യം ചെയ്യുന്ന രൂപത്തിലേക്ക്, നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലേക്കാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരം പോലും എപ്രകാരമാണെന്ന് ഹദീസുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ചുരുങ്ങിയ സംസാരം, ക്ലിയർ സംസാരം, വളരെ ചുരുങ്ങിയ വാക്കുകളായിരിക്കും പറയാം, വളരെ ക്ലിയർ ആയിരിക്കും പറയാം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വാക്കുകൾ വളരെയധികം സൂക്ഷിക്കണം എന്നുള്ളത് തന്നെയാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതിൻ്റെ കൂടെ നമുക്ക് കൂട്ടി വായിക്കാനുള്ളത്, പിന്നെ ഒരു തത്വജ്ഞാനിയായിട്ടുള്ള ഒരാളുടെ വചനം ഇങ്ങനെയാണ്. അതായത് ഒരാൾ സംസാരിക്കുമ്പോൾ അയാൾ ബുദ്ധിമാനാണെങ്കിൽ അയാളുടെ നാവ് എപ്പോഴും ഹൃദയത്തിൻ്റെ പിന്നിലായിരിക്കും. ഒരു അവിവേകിയായിട്ടുള്ള ആളാണെങ്കിൽ അവൻ്റെ നാവ് എപ്പോഴും ഹൃദയത്തിൻ്റെ മുന്നിലായിരിക്കും എന്ന് നമ്മളൊക്കെ കേട്ട് തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ നമ്മൾ ഒരു വാക്ക് പറയുന്നതിന് മുമ്പ് ഞാൻ പറയാൻ പോകുന്നത് ഇത് ഞാൻ പറയുമ്പോൾ മറ്റൊരാളെ ഇതെങ്ങനെ എഫക്റ്റ് ചെയ്യും, ഇതും കൂടെ ചിന്തിച്ചിട്ട് വേണം. ഓപ്പൺ മൈൻഡറാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം ഓപ്പണായിട്ട് പറയാൻ പറ്റില്ല. ചില സാഹചര്യത്തിൽ ചില കാര്യങ്ങൾ ചിലരോട് പറയാൻ പാടില്ല. അത് നമ്മൾ ചിന്തിച്ചുകൊണ്ട് പറയുന്നത് വേണം.
ചിലർക്കറിയാം അതെൻ്റെ പോളിസിയാണെന്ന് പറയും. ആ അതുകൊണ്ട് എൻ്റെ കാര്യമില്ല. പോളിസി ഇങ്ങനെയാണെന്ന് പറയും. അതെ 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 അതുകൊണ്ട് കാര്യമില്ല. ചില കാര്യങ്ങൾ ചിലത് നമ്മൾ വളരെ സൂക്ഷിച്ച് കണ്ട് തന്നെ സംസാരിക്കാൻ പാടുള്ളൂ. എല്ലാം എല്ലായിടത്തും പറയാൻ പറ്റൂല. അതെ ഇപ്പോൾ ഭാര്യയോട് പറയുന്ന വാക്ക് മക്കളോട് പറയാൻ പറ്റുമല്ലോ. അപ്പോൾ എന്ന പോലെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, അത് നമ്മൾ ശ്രദ്ധിക്കണമെന്ന് കൂടി ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്.